പരാജയങ്ങളെയും ജീവിതത്തിലെ പ്രതിസന്ധികളെയും വിജയത്തിലേക്കുള്ള ഇന്ധനമായി മാറ്റിയ വ്യക്തി. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ജോലിയും ചെയ്തിരുന്ന ബാല്യം. 10ാം ക്ലാസ്സിൽ പരാജയം നേരിട്ടെങ്കിലും തളരാതെ നിശ്ചയദാർഢ്യത്തോടെ നിരാശ ഇല്ലാതെ കൂടുതൽ മനഃശക്തിയും ഈശ്വരവിശ്വാസവും കൈമുതലാക്കിക്കൊണ്ട് ഉന്നതമായ വിജയത്തിലേക്ക് കുതിച്ചുയർന്ന വ്യക്തിത്വം. യെസ്, ശ്രീ പി. വിജയൻ IPS, DIG ഇൻ്റലിജൻസ്. ആ വിജയം ഇപ്പോൾ എത്തി നിൽക്കുന്നത് CNN IBNൻ്റെ ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡിൻ്റെ അന്തിമ പട്ടികയിലും. കൺഗ്രാജുലേഷൻസ് സർ. താങ്ക് യു. കേരളത്തിൽ ഇന്ന് ശ്രീ പി. വിജയൻ ശ്രദ്ധേയനാകുന്നത് ഒട്ടേറെ വ്യത്യസ്തമായ പദ്ധതികളിലൂടെ തൻ്റെ പ്രൊഫഷനും അപ്പുറം സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളാണ്. തെറ്റായിട്ടുള്ള വഴിയിലൂടെ നീങ്ങിയ കുട്ടികളെ സമൂഹത്തിൻ്റെ നേർനിരയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയായ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ. വിദ്യാർത്ഥികളിൽ നിയമബോധവും സാമൂഹിക ബോധവും ഉളവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി, ശബരിമലയെ മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പുണ്യം പൂങ്കാവനം പദ്ധതി ഉൾപ്പെടെ ഏതാണ്ട് 14ഓളം പദ്ധതികളുടെ ഉപജ്ഞാതാവും അതിന് ചുക്കാൻ പിടിക്കുന്നതും ശ്രീ പി. വിജയൻ IPS ആണ്. ജീവിതത്തിൽ ഒട്ടേറെ മേഖലകളിൽ അനേകരെ വിജയത്തിലേക്ക് നയിക്കുന്ന അദ്ദേഹത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പരാജയത്തിൽ നിന്നാണ് പിന്നീട് തുടർച്ചയായിട്ടുള്ള വിജയത്തിലേക്കുള്ള സാറിൻ്റെ ആ ഒരു യാത്ര. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഒരു പരാജയം പിന്നീടുള്ള വിജയത്തിന് ഏതു തരത്തിലുള്ള ഒരു ചാലക ശക്തിയായി മാറിയിട്ടുണ്ട്? ഞാനതിനെ ഒരു പരാജയമായിട്ട് സത്യത്തിൽ കാണുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള പരാജയമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ നമ്മൾ പല മേഖലകളിലും പരീക്ഷണങ്ങൾ നടത്തുമ്പോഴൊക്കെ നടക്കാൻ പഠിക്കുന്ന ഉൾപ്പെടെയുള്ള കാലങ്ങളിൽ നമ്മൾ SSLCയുടെ കാലഘട്ടത്തിൽ എൻ്റെ പ്രയോറിറ്റി പഠനമായിരുന്നില്ല. എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളായിരുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ പരീക്ഷ എനിക്ക് പൂർത്തിയാക്കാനും പറ്റിയില്ല. പിന്നീട് ആണ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് പഠനത്തിൻ്റെ ആവശ്യകതയും പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും എനിക്ക് കൂടുതൽ തോന്നിയത്. അപ്പോൾ അന്നാണ് ഞാൻ പഠനത്തെക്കുറിച്ച് തുടങ്ങിയത്, പഠനം സീരിയസ് ആയിട്ട് എടുത്തത്. പഠനത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്ന സമയത്തും എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം പഠനമായിരുന്നു. അപ്പോൾ നേരത്തെ എൻ്റെ ലക്ഷ്യം പഠനമായിരുന്നില്ല. പഠനമായിരുന്നപ്പോൾ പിന്നീട് ഞാൻ മറ്റെന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ പഠനത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. അത് മാത്രമല്ല അതിന് ശേഷവും ചില സമയത്തൊക്കെ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ആത്മപരിശോധനയ്ക്ക് വിധേയമാകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് പരാജയങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഈ വിജയത്തിൻ്റെ സമയത്ത് നമ്മൾ അല്പം അറിയാതെ ഒരു അല്പം അഹങ്കാരത്തിൻ്റെ പക്ഷത്തിലേക്കോ അതല്ലെങ്കിൽ അല്പം ചിന്തിക്കാതെ പോകുന്ന അവസ്ഥയുണ്ടാവും. പരാജയങ്ങൾ എല്ലായ്പ്പോഴും വേണമെന്നല്ല, പക്ഷെ പരാജയങ്ങളും വിജയത്തെ പോലെ തന്നെ പ്രധാനമാണ്. തീർച്ചയായിട്ടും പാഠമായിട്ട് അത് ഉൾക്കൊള്ളാനും അത് പക്ഷേ പരാജയങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. പരാജയങ്ങളെ സത്യസന്ധമായ, അത് വളരെ പ്രധാനമാണ്, സത്യസന്ധമായ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. ചിലരൊക്കെ പരാജയങ്ങൾ മറ്റുള്ളവരുടെ പേരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. തൻ്റെ പരാജയത്തിൻ്റെ കാരണം വേറെ ആരാണെന്ന് വരുന്നതുണ്ട്. അത് സ്വയം മെച്ചപ്പെടുത്താൻ ഉപകരിക്കില്ല. പക്ഷെ സത്യസന്ധമായിരിക്കുന്ന ആത്മപരിശോധന ജീവിതത്തിൽ വളരെയധികം ഉപകാരം ചെയ്താണ്. അതിലൂടെ സ്വന്തം കുറവുകൾ തിരിച്ചറിഞ്ഞത് വളരെ ഒരു യുദ്ധത്തിനെ പോലെയും കാണാം. യുദ്ധത്തിൻ്റെത് നമ്മൾ ഒരു സ്ട്രാറ്റജിയുടെ പരാജയമായിരിക്കാം ഒരു യുദ്ധത്തിലെ പരാജയം. അപ്പം കൂടുതൽ നല്ല സ്ട്രാറ്റജിയെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുകയും നമ്മളുടെ സെൽഫ് ഡെഡിക്കേഷൻ എന്നുള്ളത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തുകയും നമ്മളുടെ വീക്ക്നെസ്സുകളെയൊക്കെ എന്തെന്ന് മനസ്സിലാക്കിയൊക്കെ ചെയ്യുമ്പോഴാണ് യുദ്ധത്തിൽ വിജയിക്കുന്നത്. എന്നതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ കാര്യത്തിലും നമ്മളെ വീഴ്ചകൾ എന്തെന്നുണ്ടായ കാരണങ്ങളിലേക്ക് കടന്നു പോവുകയും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വീഴ്ചകൾ ജീവിതത്തിൻ്റെ ഉപകാരപ്രദമാകുന്നത്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. തോമസ് ആൽവാ എഡിസനോട് തൻ്റെ ഈ ഓരോരോ പ്രാവശ്യവും ഈ ബൾബ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ മടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് മടുക്കാൻ, കാരണം ഇതല്ല അതിൻ്റെ വഴി എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും, കാരണം ഒരു 9999 വഴികളിലൂടെ സഞ്ചരിച്ചാൽ ആണ് കാണുന്നത്. അപ്പം അതുപോലെ ഒരുപാട് ആളുകൾക്കുണ്ട്. അബ്രഹാം ലിങ്കന് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ചെറിയ ആളുകൾക്ക് ചെറിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടോ, വലിയ ആളുകൾക്ക് വലിയ രീതിയിൽ സംഭവിച്ചു. പക്ഷെ അനുഭവങ്ങളാക്കി മാറ്റുകയാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു സാറിൻ്റെ ഒരു പ്രൊഫഷനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രോജക്റ്റാണ് സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്. സാറ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന സമയത്ത് ജനകീയം 2016 എന്ന പേരിൽ അതിൻ്റെ ഒരു പ്രാരംഭ തലം ആവിഷ്കരിക്കുകയായിരുന്നു. അതൊരു ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മാത്രം തുടക്കമിട്ട 420 സ്കൂളുകളിലായിട്ട് 32,000-ഓളം വിദ്യാർത്ഥികൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഖാന, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആ പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതാണ് 10ഓളം സംസ്ഥാനങ്ങൾ ആ പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേറെ ഒരു വലിയ ഒരു പദ്ധതിയായിട്ട് മാറിയ ഈ ഒരു പദ്ധതി വിദ്യാർത്ഥികളിൽ എത്രത്തോളം അത് എഫക്റ്റീവായിട്ട് മാറുന്നുണ്ട്? ഒന്ന്, ആദ്യമായിട്ട് ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആലോചന തുടങ്ങി, ഇത് ചിന്തിച്ചു തുടങ്ങിയെങ്കിലും ഇത് പിന്നീട് ഇതൊരു വലിയ കൂട്ടായ്മയുടെ പദ്ധതിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരള ഗവൺമെൻറ്റും കേരള പോലീസുമാണ്. പിന്നെ എൻ്റെ സഹപ്രവർത്തകരും ഈ പദ്ധതി അനുബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ. ഇതൊരു കൂട്ടായ പ്രയത്നമാണ്. ഞാനതിൻ്റെ ഒരു സ്റ്റേറ്റ് നോഡൽ ഓഫീസർ എന്നുള്ള നിലക്കുള്ള നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ പദ്ധതി കാരണം ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഇതൊരു 21ാം നൂറ്റാണ്ടിൻ്റെ നമ്മളുടെ ആളുകൾ, നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങളെ നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയപ്പോൾ അതിനോട് കിട്ടിയിരിക്കുന്ന റെസ്പോൺസും വളരെ പോസിറ്റീവാണ്. കുട്ടികളുടെ ഇടയിൽ വലിയൊരു മാറ്റം, കുട്ടികളുടെ ഇടയിൽ ജീവിത ചിന്തയിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ജീവിത കാഴ്ചപ്പാടുകളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, അവരുടെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, അവരുടെ ആത്മാഭിമാനവും അതേപോലെ തന്നെ ഈ സെൽഫ് ഡിഗ്നിറ്റിയിലും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അവരിലൂടെ അവരുടെ രക്ഷിതാക്കളും, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ കുട്ടികളെ അച്ഛന്മാരും അമ്മമാരും നന്നാക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പെരുമാറ്റത്തിലൂടെ അച്ഛനും അമ്മമാരിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കണ്ണൂരിലെ ഇവിടുത്തെ കേരളത്തിലെ ബഹുമാനപ്പെട്ട അഗ്രികൾച്ചർ മിനിസ്റ്റർ ശ്രീ മോഹനൻ തന്നെ പലപ്പോഴും സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരാൾ നേരത്തെ കള്ളു കുടിച്ച് അടിപിടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളിപ്പം കുറച്ച് മാന്യനായി നടക്കുന്നത് കണ്ടപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ മകളിപ്പം കുട്ടി പോലീസ് ആയതുകൊണ്ടാണെന്ന് പറയുന്നത്. അങ്ങനെ അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ പുതിയ കുട്ടികളുമായി അല്ലെങ്കിൽ ചെറിയ കുട്ടികളും അല്ലെങ്കിൽ ഈ യുവതലമുറയായിട്ട് ഇടപഴകുമ്പോഴാണ് കാലഘട്ടത്തിൻ്റെ മനസ്ഥിതിയും എങ്ങനെ അവർ കാണുന്നു ലോകത്തെ എന്നക്കുറിച്ച് മനസ്സിലാകുന്നത്. അവരുടെ ഒരു റോൾ മോഡലാകാൻ ഈ SPCI ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെങ്കിലും ശ്രമിച്ചു വരുന്നുണ്ട്. അതൊരു വലിയ ഒരു പോസിറ്റീവായിരിക്കും. ഒരു സമൂഹത്തിലും കുടുംബത്തിലും എല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് ഇതൊരു നമ്മളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ത്യക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യക്കാരിൽ മാറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും ഇന്ത്യക്കാരെന്ന് പറയുന്നത് നമ്മൾ പ്രായം ചെന്നവരിൽ എത്രമാത്രം മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇനി ജീവിക്കാൻ പോകുന്ന ഒരു തലമുറയിൽ അവരുടെ മനോഭാവത്തിലും അവരുടെ ഉത്തരവാദിത്ത ബോധത്തിലും മാറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ രാജ്യം തന്നെ ഒരു വ്യത്യസ്ത ഇന്ന് വന്ന പാതയിലൂടെ അല്ലാതെ കുറേയും കൂടി ഉയർന്ന പാതയിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു രാജ്യമായിട്ട് അധികം താമസിയാതെ മാറും. ഏറ്റവും കൂടുതൽ യുവജനതയുള്ള രാജ്യവുമായി. അപ്പോൾ ഈ യുവജനത നല്ലൊരു രീതിയിലാണ് ചിന്തിച്ചു വരുന്നതെങ്കിൽ, നല്ല രീതിയിലാണ് അവരുടെ മനോഭാവം വളർന്നു വരുന്നതെങ്കിൽ, അവരുടെ കഴിവിലും അവരുടെ ഉത്തരവാദിത്തത്തിലും അവർക്ക് വിശ്വാസം ഉണ്ടായി വരികയാണെങ്കിൽ ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വൻ ശക്തിയായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിലേക്കുള്ള ഒരു ചുവടുപടിയാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, വലിയൊരു വിഷനോട് കൂടി തന്നെയുള്ള ഒരു പദ്ധതിയാണ്. ഒപ്പം തന്നെയുള്ള മറ്റൊരു വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് സാർ 2010 കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സമയത്ത് ആവിഷ്കരിച്ച അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പ്രോജക്റ്റ്. അപ്പം സാധാരണ സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിന്ന് മാറിക്കൊണ്ട് തെറ്റുകളിലേക്ക് വഴുതിപ്പോയ കുട്ടികളെ കൂടുതൽ ശിക്ഷ കൊടുക്കുന്നതിന് പകരം അവരെ ശരിയുടെ വഴിയിലേക്ക് മാറ്റിക്കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ട ആ ഒരു പ്രോജക്റ്റ് അതിൻ്റെ എത്രത്തോളം, കാരണം പലതരത്തിലുള്ള നെഗറ്റീവ് ട്രാക്കിലൂടെ കടന്നു വന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ ആ ശരിയുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരല്പം ശ്രമകരമാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ എത്രത്തോളം അത് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു അനുഭവം അതുമായിട്ട് ബന്ധപ്പെട്ട്? കാലിക്കറ്റിൽ ഞങ്ങൾ 100ഓളം കുട്ടികളെ മോഷണ കേസിൽ പിടിച്ചപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്. അതെ. പിന്നീട് കുട്ടികളെ അന്വേഷിച്ചപ്പം കുട്ടികൾ മദ്യത്തിനോടും മയക്കുമരുന്നിനോടുള്ള വാസന നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പം അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നെ അത് മാത്രമല്ല, എൻ്റെ അതുവരെയുള്ള പോലീസ് അനുഭവത്തിൽ നിന്നും ഈ നമ്മൾ പിടിച്ച് ജയിലിലേക്ക് ഇടുന്ന പലരും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കറക്ഷണൽ സിസ്റ്റം ആണെങ്കിലും വരുന്നത് പലപ്പോഴും ഹാർഡ് ആൻഡ് ക്രിമിനൽസ് ആയിരിക്കും. വഴികളാണ് അവർ ഇന്ററാക്ട് ചെയ്യുന്ന വേൾഡ് അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അതുപോലെയുള്ള
ഉണ്ടാകാൻ പോകുന്നത് പറഞ്ഞാൽ ഈ കുട്ടികൾ കൂടുതൽ ഹാർഡൻഡ് ക്രിമിനലാകുകയും അവരൊരു ലോങ് ഇയേഴ്സ് ജീവിക്കേണ്ടതാണ്. അപ്പോൾ സമൂഹത്തിന് വലിയൊരു ഒരു 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 ഉത്തരവാദിത്വം ഒരു ലയബിലിറ്റി ആയി മാറും. അതോടൊപ്പം തന്നെ വലിയൊരു യുവജനത നമുക്ക് അവരുടെ കാര്യശേഷി നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് മെക്കാനിസം ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ റെസ്പോൺസിബിലിറ്റിയിട്ടുള്ള പദ്ധതി ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനപരമായ തത്വം തന്നെ ചെറിയ കുട്ടികൾ ഇത്തരം ക്രിമിനലിലേക്ക് പോകുന്നെങ്കിൽ ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഒരു കൂട്ടായ പരാജയമാണ്. രക്ഷിതാക്കളെയും സമൂഹത്തിൻ്റെയും കൂട്ടായ പരാജയമാണ്. അവരെ കുറേ ബോധവൽക്കരിക്കുക. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഒരു വ്യത്യസ്തമായ ഞങ്ങൾ മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടികളെ 1-to-1 ആയിരിക്കുന്ന മെൻറ്റർഷിപ്പിലൂടെ തിരിച്ചു കൊണ്ടുവരിക. കാലിക്കറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് വളരെ മോട്ടിവേറ്റിംഗ് ആണ്, വളരെ ഹൈലി മോട്ടിവേറ്റിംഗ് ആണ്. കാരണം ഒരുപാട് കുട്ടികളുടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടി മാല മോഷ്ടിക്കാൻ പോയിരുന്നത് കുട്ടിക്ക് പന്ത് കളിക്കാൻ ഫുട്ബോൾ ഷൂ വാങ്ങാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കുട്ടീനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ അവൻ നല്ലൊരു ഫുട്ബോളറായി മാറിയിട്ടുണ്ട്, കളിച്ചുകൊണ്ടിരിക്കും. വളരെ പോസിറ്റീവായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ചില പെൺകുട്ടികൾ ഇപ്പം ഞങ്ങൾ വേറെ മാറ്റി താമസിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, മഹിളാ സമാഖ്യമൊക്കെ വഴി കുട്ടികളൊക്കെ ഇപ്പം പഠനത്തിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇത് പോസിറ്റീവായിരിക്കുന്ന വലിയൊരു മാറ്റം ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ് ഈ പദ്ധതി ഏറ്റെടുത്ത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ICPS എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമായി ചേർന്നിട്ട് കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിക്കുക മാത്രമല്ല, ഇതിന് വേണ്ടുന്ന അടിസ്ഥാനപരമായ ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും മാൻ പവറും ഒക്കെ തന്നെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അധികം താമസിയാതെ ഇത് ഒരു 6 മാസത്തെ സമയത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി പോകും. അതിനൊപ്പം തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സാറ് തന്നെ സ്ഥാപിച്ച നന്മ ഫൗണ്ടേഷൻ. അപ്പോൾ പാവപ്പെട്ടവരായ വിദ്യാർത്ഥികളിൽ കഴിവുള്ള വിദ്യാർത്ഥികൾ അവർ പണത്തിൻ്റെയോ മറ്റേതെങ്കിലും സാഹചര്യമില്ലായ്മയുടെ പേരിൽ പിന്തള്ളപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി അവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട പരിശീലനവും പ്രോത്സാഹനവും പിന്തുണയും നൽകി ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നന്മ ഫൗണ്ടേഷൻ. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ഒരു ചിന്ത എന്തായിരുന്നു? ഞാൻ അതും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ആയിരിക്കുന്ന സമയത്താണ് ഇതുണ്ടായത്. കാരണം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നാടകാഭിനയവും സ്വന്തമായ പല കാര്യങ്ങളും ചെയ്യുന്ന കൂടെ തന്നെ ഞങ്ങൾ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് വീട് വെച്ച് കൊടുക്കാനൊക്കെ സഹായിക്കാറുണ്ട്. ഞങ്ങളന്ന് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ആയിരുന്നപ്പം പല ആളുകളും ഈ പോലീസ് അല്ലാത്ത പല ആവശ്യത്തിനും വരുമായിരുന്നു. ഉദാഹരണത്തിന് ഒരു വയസ്സായ ഒരു സ്ത്രീയും മകനും കൂടി എൻ്റെ അടുത്ത് വന്നിരുന്നു. മകൻ മന്ദബുദ്ധിയും അമ്മക്ക് ജോലിക്ക് വയ്യാത്ത അവസ്ഥയാണ്. തൃപ്പൂണിത്തറയ്ക്കടുത്ത് ആ സ്ത്രീയുടെ പ്രശ്നം അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല എന്നുള്ളതാണ്. കൊച്ചി സിറ്റിയിലെ പോലുള്ളൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അത്ഭുതമായി തോന്നി. അതുപോലെ വൈദ്യസഹായത്തിൽ അസുഖങ്ങളിൽ പിടിപെട്ട് സഹായം അറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അവർക്ക് പ്രയാസമുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന പദ്ധതി ആവശ്യങ്ങളുമായി ഒരുപാട് ആളുകൾ സമീപിക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ 2 രീതിയിൽ എനിക്ക് ചെയ്യാം. ഒന്ന്, എനിക്ക് ഒരു പോലീസ് കമ്മീഷണറുടെ ജോലി ഒട്ടുമല്ല തോന്നും, എൻ്റെ ഒരു ഗിവൺ പ്രൊഫൈലിൽ പെട്ടതായിരിക്കില്ല, അതിൻ്റെ ജോലിയിലായിരിക്കില്ല. പക്ഷേ ഇത് അവർക്ക് ഞാൻ അവരോട് തള്ളിവിട്ട് അവരോട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരെടുത്തും പോയിട്ട് എന്നെപ്പറ്റി കംപ്ലയിൻറ്റും പറഞ്ഞിട്ട് കാര്യം. പക്ഷേ അങ്ങനെ ചെയ്യണോ അതല്ല അവരേക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ അവിടെയുള്ള കുറേ ആളുകളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി. ഈ സമൂഹത്തിൽ സഹായിക്കാൻ കഴിവുള്ളവരും സഹായം അർഹിക്കുന്നവരും തമ്മിലുള്ള ഒരു ലിങ്കായിട്ടാണ് ഈ നന്മ പ്രവർത്തിച്ചു തുടങ്ങി. പിന്നീട് ഞങ്ങൾ തന്നെ പല പരീക്ഷണങ്ങളും നടത്തി. അവിടുത്തെ ഒരു ക്രൈം പ്രോൺ ആയിരിക്കുന്ന ഒരു കോളനി ഉണ്ട്, ഉദയ കോളനി എന്ന് പറയും. ആ ഉദയ കോളനി ഞങ്ങൾ ഏറ്റെടുത്തു. അവിടെ ഏകദേശം 156 കുടുംബങ്ങളുണ്ട്. ഒരു 300ഓളം ഫാമിലീസ് ഉണ്ടായിരിക്കും, 3000ഓളം പേരുണ്ടാവും തോന്നുന്നു. അതിലുള്ള ക്രൈം അധികമുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തവരെ പോലീസ് നിലവാരത്തിലുള്ള ആക്ഷൻ എടുത്തു. പോലീസിൻ്റെ ആവശ്യത്തിനുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിലിന്ന് പല കുട്ടികളും TCSലും അതുപോലെ TCSൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ കുട്ടികൾ മറ്റ് എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പല കുട്ടികൾക്കും പാഠപുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് പാഠപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 800-850 രൂപ അവൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അതേമാതിരി +1 +2 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 2000 രൂപേൻ്റെ താലം മതി. പക്ഷേ അതിനേക്കാൾ താഴെയായിരിക്കുന്ന ഒരു കാര്യം
കുട്ടികൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് അത് ചിലപ്പോൾ ഈ പാവപ്പെട്ട കുടുംബങ്ങളിലെ പാരൻസിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതെ. അവർ പഠിക്കുന്ന സ്കൂളുകളും അത്ര സ്റ്റാൻഡേർഡിലായിക്കോളും. അപ്പോൾ അതിന് നമ്മൾ സമൂഹത്തിൽ കഴിവുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് നന്മ ഫൗണ്ടേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഭാരത് പെട്രോളിയത്തിൻ്റെ MD ആയിരുന്ന ശ്രീ നന്ദകുമാറാണ്. അപ്പോൾ അദ്ദേഹം അവർ എല്ലാവരും വൻ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതി 9 സ്ഥലങ്ങളിലായിട്ട് ഈ കുട്ടികൾക്ക് ഈ എഡ്യൂക്കേഷണലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിരിക്കുന്ന കുടുംബങ്ങളിൽ മിടുക്കരായിരിക്കുന്ന കുട്ടികളെ കണ്ടെത്തിക്കൊണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. അത് ഒരു 5000-ൽ പരം കുട്ടികൾക്ക് ഇത്തരം പരിശീലനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടോ. 5000-ൽ പരം ഒരുപാട് കുട്ടികൾ ഒത്തിരി മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ. അതിന് ഭാരത് പെട്രോളിയം തന്നെ അതിൻ്റെ CSR പ്രോജക്റ്റാക്കി അതിന് ഏറ്റെടുത്തിട്ടുണ്ട്. തൃശ്ശൂരിലെ ശ്രീ തോമസ് സാർ ഇതിൻ്റെ ഭാഗമാണ്. അതേമാതിരി KR ബേക്കേഴ്സിൻ്റെ ശ്രീ KR ബാലൻ ഇതിൻ്റെ ഭാഗമാണ്. ശ്രീ മുഹമ്മദ് ആഷി, അങ്ങനെ കുറേ മഹൽ വ്യക്തികൾ, ഡോക്ടർ ഇന്ദിരാ രാജൻ, അങ്ങനെ കുറേ മഹൽ വ്യക്തികളുടെ ഒരു നേതൃത്വത്തിൽ ഇപ്പോൾ ഇത് നടന്നു വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നത്, ഞാൻ കോഴിക്കോട് മനോരമയിലായിരുന്ന സമയത്ത് സാറുമായിട്ട് ഞങ്ങളിപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ നന്മ ലേണിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ഡിജിറ്റൽ വേൾഡിൽ ഡിജിറ്റൽ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ കുട്ടികളുടെ ഈ ICTയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠനം കൂടെ രസകരമാക്കാം, കുറേയും കൂടി ഇഫക്റ്റീവ് ആക്കാം. പിന്നെ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പഠന നിലവാരത്തിൽ ഉയർത്താന്നുള്ള ലേണിംഗ് മെത്തഡോളജി തന്നെ മാറ്റിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം പല കുട്ടികളും ഏറ്റവും അധികം ഇന്നത്തെ ഒരു ലോകത്ത് വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം ഏതാണ്ട് മാർച്ച് അടുക്കാൻ പോകുന്നു, 1-2 മാസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ ഈ മാർച്ച് മാസം അടുക്കുമ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്, പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്തു, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അധ്യാപകരോ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അങ്ങനെ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ ഒരു എണ്ണം വളരെയേറെ വർദ്ധിച്ചു വരിക. ഇത് എന്ത് തരത്തിലുള്ളൊരു കാരണമായിരിക്കും ഇതിന് പിന്നിലുള്ള ഒരു? അല്ല, കുട്ടികൾക്ക് ബേസിക്കലി മെൻ്റൽ സ്ട്രെങ്ത് താരതമ്യേന കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ. അതിൻ്റെ ഒരു കാരണം ഏതെങ്കിലും ഒരുപാട് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ ലേൺ ചെയ്യുന്നത് നമ്മൾ പരിശീലിച്ചിട്ടാണ്. നമ്മളുടെ കയ്യിൽ മസിലുകൾ ഉണ്ടാകുന്നത് ഒന്നുപോലെ നമ്മൾ ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ പണിക്ക് പോയിട്ടാകാം, എന്തെങ്കിലും സാധനങ്ങൾ പൊക്കിയെടുത്ത്. അതേപോലെ തന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പഠിക്കുന്നത് റോഡിൽ കടന്നിട്ടാണ്, അല്ലാതെ നമുക്ക് ക്ലാസ് റൂമിൽ വെച്ച് പഠിക്കാൻ പറ്റത്തില്ല. നീന്താൻ പഠിക്കുന്നത് വെള്ളത്തിലിറങ്ങിയാൽ മാത്രമേ പറ്റൂ. തീർച്ചയായിട്ടും ഈ മാനസിക ശക്തി കൊണ്ടാണെങ്കിൽ നമ്മൾ കുട്ടികളെ പല ഗൈഡഡ് ആയിരിക്കുന്ന പല സന്ദർഭങ്ങളിലേക്ക് അവരെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഗൈഡഡ് ആയിരിക്കുന്ന പരിചയങ്ങളിലേക്ക് പെടുത്തുമ്പോൾ പിന്നെ ആ കുട്ടിയുടെ കഴിവും കൂടി നമ്മൾ നോക്കണം. ചില കുട്ടികൾ ചിലപ്പോൾ പഠിക്കാൻ മോശമായിരിക്കും, അല്ലെങ്കിൽ വളരെ അവർ പഠിക്കാൻ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ അവർക്ക് താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതിൽ ഈ ലോകത്തിൽ ഒരാൾക്ക് നന്നാക്കി കുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ ഇവരെ ഗൈഡ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് എന്താണ് ഈ കുട്ടിയെക്കുറിച്ച് അറിയാതെ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതിലും നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പം ഗാർഡനേഴ്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് പോലുള്ളതൊക്കെ അമേരിക്കയിലും മറ്റും സ്കൂളുകളിൽ അവരുടെ ഇൻ്റലിജൻസ് ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പം കുട്ടികൾ ചിലപ്പോൾ നല്ല കലാകാരനായിരിക്കാം, നല്ല സംഘാടകനായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യസ്തം നല്ല കൃഷിയിലുള്ള മൂടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ നിയന്ത്രിക്കുന്നവർക്ക് പിന്നെ ഈ ഗൈഡ് ചെയ്യുന്നവർക്ക് പറ്റാതെ പോകുന്ന. പിന്നെ ഒരു കുട്ടിയെ ചെറുപ്പം മുതലേ അങ്ങനെ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് വരേണ്ടുന്ന സന്ദർഭത്തിൽ അത് ചെയ്യാൻ വിടുകയും അവൻ്റെ ഇമോഷണൽ ബാലൻസ് തെറ്റുന്ന സമയത്ത് നമ്മൾ സൈകിട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ആവുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നത്. അപ്പോൾ അതാണ് ഈ പലപ്പോഴും സംഭവിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു അപര്യാപ്തത, വളർത്തുന്നവരുടെ ഒരു അപര്യാപ്തതയും കൂടി ഇതിനകത്തുണ്ട്. ജീവിത അനുഭവങ്ങൾ മനസ്സിലാക്കാൻ ചില കേസുകളിലൊക്കെ ചില കൺസൾട്ടൻസി ഒക്കെ ആവശ്യമായി വരും. അത് പ്രൊഫഷണൽ ആയിരിക്കുന്ന ആളുകളുടെ കൺസൾട്ടൻസി ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ ഈ മതപരമായിരിക്കുന്ന കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന ചില പരാജയങ്ങളുണ്ട്. ആത്മീയതയുടെ യഥാർത്ഥത്തിലുള്ള ആത്മീയത ഒരു ഈശ്വരവിശ്വാസത്തിന്റെ നമ്മളൊരു മതപരമായി മാറുകയും ആത്മീയമായിട്ട് കുറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നു. അപ്പോൾ അതിൽ നിന്നും കുട്ടിക്ക് കിട്ടേണ്ടുന്ന ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഒരു പക്ഷേ നഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ആയിരിക്കണം. ഇതിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങളും അവരോട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവരുടെ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മനോവ്യാപാരത്തിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ നമുക്ക് പറ്റാറില്ല എന്നുള്ള സത്യം. അത് അല്പം സ്നേഹത്തോടും
പക്വതയോടും കൂടിയിട്ട് കുട്ടികളായിട്ട് ഇടപഴകുമ്പോഴാണ് കുട്ടികളുടെ മാതാപിതാക്കൾ അവരവരുടെ തിരക്കുകളിലേക്ക് കൂടുതൽ പോകുന്നതും ഒന്നുകിൽ തിരക്ക്, അതല്ലേ നെഗ്ലിജൻസ്. പിന്നെ അവർ പലപ്പോഴും ഇന്ന് കാണുന്നത് മാതാപിതാക്കൾക്ക് സാക്ഷാത്കരിക്കപ്പെടാൻ പറ്റാത്ത അവരുടെ ആഗ്രഹങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കുകയാണ്, അവരുടെ അഭിരുചിയും മറ്റും മനസ്സിലാക്കാതെ തന്നെ. അതും ഒരു പരിധി വരെ കാരണമാകുന്നില്ല. അല്ല, ഇവിടെ ഒരു നമ്മൾ കുട്ടികളെ ഒന്നിനും നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞത് തെറ്റാണ്. അതെ. അതേസമയം തന്നെ എല്ലാത്തിനും ഒരു വടിയാണ് വളയ്ക്കുക, പക്ഷെ ഒടിക്കുന്നത് വരെ പോകാതിരിക്കുമ്പോൾ ഒടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പിന്നെ നമ്മളുടെ ഏത് ഭാഗം വരെ വേണമെന്നുള്ള ഒരു സമചിത്തത അല്ലെങ്കിൽ ഒരു ബാലൻസ് ഓഫ് തിങ്കിങ് നമ്മളിൽ വരാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു കുട്ടി നിത്യവും നേരം വൈകിട്ട് 8 മണിക്കും 10 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് വലിയൊരു നല്ല പാരൻറ്റിങ് ഒന്നല്ല. എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ നടത്തി വരുമ്പോഴും അവൻ നല്ലതല്ലേ മോശമാണെന്ന് പറഞ്ഞതും എന്ന് അവനൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതും തെറ്റാണ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ കറങ്ങി നടക്കുമ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. പക്ഷേ എങ്ങനെ അവനെ നേർവഴി ട്രാക്കിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ ഇടപെടേണ്ട സമയത്ത് ഇടപെടുകയും ഇടപെടേണ്ട അളവിൽ മാത്രം ഇടപെടുകയും ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പ്രധാന കാര്യമാണ്. ഇപ്പോൾ പല മാതാപിതാക്കളും അവർ തല്ലുന്നത് പോലെ അവരുടെ ദേഷ്യം തീർക്കാൻ ചില ആളുകൾ ഒട്ടും തല്ലാതെയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ തല്ലണം നല്ല ഒട്ടും ഇടപെടാതിരിക്കുന്നതാണ്. ഒന്നുകിലും ലൈസൻസ് ഫെയർ പോളിസിയാണ്, അതല്ലെങ്കിൽ ടോട്ടലായിട്ട് ഏറ്റെടുക്കുക. ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് നമ്മൾ ഇതിൻ്റെ ബാലൻസ് വരുത്തേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു യൂറോപ്യൻ യാത്രാ വിവരണ ഗ്രന്ഥം യൂറോപ്യൻ ഫ്രെയിംസ് അന്ന് സാറ് സിറ്റി പോലീസ് കമ്മീഷണർ സമയത്ത് തൃശ്ശൂർ വെച്ച് പ്രകാശനം ചെയ്ത സമയത്തെ ഒരു സംഭവം ഞാനിപ്പോൾ ഓർക്കുന്നത്. അപ്പം അന്ന് പ്രകാശനം എല്ലാം കഴിഞ്ഞു, ഏതാണ്ട് അന്നൊരു ഓഗസ്റ്റ് 15 അവധി ദിവസമായിരുന്നു. അപ്പോൾ ആ പ്രകാശനം കഴിഞ്ഞ ഏതാണ്ട് 1 മണിക്കൂർ അവിടെയുള്ള ബുക്ക് ഫെയറിൽ സാർ സമയം ചെലവഴിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്ന്. അപ്പം വളരെ തിരക്കുള്ള ഔദ്യോഗിക ജീവിതത്തിൽ തിരക്കുള്ള ഒരു അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ, സാറിൻ്റെ ഭാര്യ മാഡം മുൻ എറണാകുളം ജില്ലാ കളക്ടർ, ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയുമായ ഡോക്ടർ എം ബീന IAS, അങ്ങനെ ഭാര്യയും ഭർത്താവും വളരെ തിരക്കുള്ള ഔദ്യോഗിക തലത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന 2 ദമ്പതികൾ. പക്ഷേ ഈ തിരക്കിനിടയിലും കുടുംബജീവിതത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റു കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഞങ്ങളുടെ സമയം ഒട്ടും തന്നെ നഷ്ടപ്പെടും. ആവശ്യമുള്ള സമയം ക്വാളിറ്റേറ്റീവായിട്ട് ധാരാളം അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ താല്പര്യങ്ങൾ എന്തെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പല ആക്ടിവിറ്റീസിലും സ്പോർട്സിലും ആർട്സിലും പഠനപരമായ കാര്യങ്ങളും നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ അത് നീ ചെയ്തിരിക്കണമെന്നൊന്നും നിർബന്ധം പിടിക്കാറില്ല. അതിൽ ചിലത് അവർ പിക്കപ്പ് ചെയ്യുന്നുണ്ട്, ചിലത് അവർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ വളരെ കൂലങ്കുഷമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ അടിച്ചേൽപ്പിക്കാനൊന്നും പോകുന്നില്ല. അവർ വളരെ ചെറുപ്പത്തിലല്ലേ സ്പോർട്സിൽ ഒരുപാട് ആക്ടിവിറ്റി പോകുന്നുണ്ട്, പിന്നെ അവർ കുറേ അക്കാഡമിക് ആക്ടിവിറ്റിയിൽ പോകുന്നുണ്ട്. അവർക്ക് പക്ഷേ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് അവർ സ്വമേധയ എത്തിപ്പെടുക എന്ന് പറഞ്ഞ പ്രയാസമായിരിക്കും അതിനകത്ത്. നമ്മൾ വിവിധ സാധ്യതകൾ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്, ആ സാധ്യതകൾ അവർ ഉപയോഗപ്പെടുന്നു. അതേപോലെ തന്നെ അവരുടെ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. അത് അവർക്കും ഞങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ തന്നെ അത് വളരെ പ്രധാനം. പിന്നെ അതേടൊപ്പം തന്നെ അത് വളരെ ചെറുപ്പത്തിലെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഞങ്ങളുടെ ചില അഭാവങ്ങളും ചില സമയത്തുണ്ടാകുന്ന തിരക്കുകളും അവർക്കും വളരെ നന്നാക്കി മനസ്സിലാകുന്നുണ്ട്. അത് കുട്ടികളെ മാറിയിട്ടുള്ള ഒരു കുട്ടികളിൽ നിന്നും മാറി നിന്നിട്ട് ഞങ്ങളൊരു ആക്ടിവിറ്റി ചെയ്യാറില്ല. കുട്ടികളെ പരമാവധി പങ്കെടുപ്പിക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അവരിലുണ്ടാകുന്നുണ്ട്. പരസ്പരം മാതാപിതാക്കളുടെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു ധാരണയിൽ തന്നെ ആണ് പോകുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ പരമാവധി ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. അവർക്ക് പരമാവധി പിന്നെ അവിടെ പോയി നിൽക്കുന്നതിൻ്റെ അളവ് എല്ലാ ദിവസവും ഇല്ലെങ്കിലും പരമാവധി സമയം പോയി കാണുന്നുണ്ട്. അവരുടെ മറ്റു കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അത് ബാല്യകാലം കോഴിക്കോട് പുത്തൂർമട, ഇപ്പോഴും അവിടെ തന്നെ പേരൻസ് എല്ലാവരും അവിടെ തന്നെ. അപ്പോൾ അവിടെ പോയി കാണാറുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് ഈ 2 സൈഡിലും ഫാമിലിയുടെ കാര്യത്തിലായാലും പിന്നെ അച്ഛനമ്മമാരുടെ കാര്യത്തിലായാലും നമ്മൾ എന്തെങ്കിലും വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലിരിക്കില്ല. ചില കാര്യങ്ങൾ ഞാൻ കുറേ അകന്നൊക്കെ നിന്നിട്ടുണ്ട് ഒഫീഷ്യലായി. അപ്പോൾ പോലും നമ്മൾ ആ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു ക്വാളിറ്റേറ്റീവ് പ്രസൻസ് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കിയിട്ടുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ പ്രൊഫഷനെ സാക്രിഫൈസ് ചെയ്യാൻ, അതായത് ചില പോസ്റ്റുകളൊക്കെ വളരെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ കവറ്റഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പല പോസ്റ്റുകളും നമ്മൾ ഡിനേ ചെയ്തിട്ടുണ്ട്. കാരണം ചിലപ്പം കുട്ടികൾക്ക് കുറച്ചും കൂടി കുട്ടികളുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി ചില സമയത്ത് കുട്ടികളുടെ മാത്രം നോക്കാതെ ചില പോസ്റ്റുകൾ ഏറ്റെടുക്കാൻ നമ്മൾ പോയിട്ട് പോകും. അതെനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഈ SPC ORC പോലെയുള്ള എല്ലാ പദ്ധതികളും ചെയ്യുമ്പോഴും ഒരുപാട് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യപ്പെടുന്നു.
ഈ സമയം സ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഒരു പക്ഷേ പിന്നെ അപ്പം ഞാൻ ഇവരോട് പറയാറുണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ പറയുന്നത് എൻ്റെ 2 കുട്ടികളെ മാത്രം എൻ്റെ എനർജി കൊണ്ട് നോക്കിയിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എനിക്ക് ഒരുപാട് കുട്ടികളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് എനിക്ക് തീർച്ചയായിട്ടും. കാരണം ദൈവം നമ്മളിലേക്ക് ഒരുപാട് എനർജി തന്നിട്ടുണ്ടാവും, പിന്നെ ദൈവം തന്നിട്ടുണ്ട്. അപ്പം പിന്നെ മാത്രമല്ല, നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ഒരുപാട് അനുഭവം, ഒരുപാട് കാരുണ്യം പിടിച്ചു പറ്റിയ ആളുകളാണ്. അപ്പം അത് തിരിച്ചു കൊടുക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുടെ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇപ്പോൾ SPCയിലുള്ളത്, 8ാം ക്ലാസ്സിലാണ്. എൻ്റെ കുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പം ഞാൻ സത്യത്തിൽ ഈ പറയുന്ന ഒരുപാട് നാട്ടിലെ മിക്ക കുട്ടികളെ കുറിച്ച് ഞാൻ ഇത് ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അക്കാര്യത്തിൽ ഞാൻ അവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ല, ഇതൊരു ഒരു ഒരു പ്രോജക്റ്റിന് ഞാൻ വ്യക്തിപരമായിട്ട് മാനസികമായിട്ട് ഇതിനോട് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം സാറിന് ലഭിച്ചിരിക്കുന്ന ആ ഒരു അനുഗ്രഹം അത് സ്വന്തം കുടുംബത്തിനും സ്വന്തം മക്കൾക്കും വേണ്ടി മാത്രമുള്ളതല്ല, സമൂഹത്തിന് വേണ്ടി കൂടിയാണ് എന്ന രീതിയിലുള്ള ഒരു നിസ്വാർത്ഥപരമായ ചിന്താഗതി. തീർച്ചയായിട്ടും ആ ഒരു ചിന്താഗതിയും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും തന്നെയാണ് ഇപ്പോൾ CNN-IBNന്റെ സാറിനെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, നമുക്ക് ഒരു ചിലപ്പോൾ ചില അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ സന്തോഷം തോന്നാം, അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ സന്തോഷം തോന്നാതിരിക്കുന്നതിലൊന്നും സന്തോഷം ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടെന്നല്ല. നമ്മൾ ഈ എന്ത് വാങ്ങുമ്പോഴും എന്ത് കിട്ടുമ്പോഴും നമുക്ക് എന്തിനാണ് അത് വാങ്ങുമ്പോൾ നമ്മൾ ഉള്ളിലൊരു സന്തോഷമാണ്. അതിനേക്കാൾ വലിയ സന്തോഷം നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ ഇത് കിട്ടുന്നത് നമ്മൾ ഒരു ഭാഗമേ ആവുള്ളൂ. ഞാനിത് ചെയ്യുന്ന സമയത്ത് ശരിക്കും സന്തോഷിക്കുന്നുണ്ട്. എനിക്കതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ഒരു വളരെ യൂസ്ഫുൾ വ്യക്തിയായിക്കൊള്ളുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റ് ജീവിതങ്ങൾക്ക് സഹായകരമാവുന്നുവെങ്കിൽ അതിൽ പരം വലിയ സന്തോഷം കിട്ടുന്നു. അനേകരുടെ ഒരു പ്രാർത്ഥനയും അവരുടെ മനസ്സിലെ നന്മയും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടെ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ജീവിതം കൊണ്ട് ഒരാൾക്ക് സന്തോഷം ജനിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ അത് എൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ ഒരു സന്തോഷത്തെയും നശിപ്പിക്കാതെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം നൽകുന്ന മറ്റൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മളെ കുട്ടികളെ കാണാൻ പറ്റും. SPCയുടെ ഇതിലൂടെ യൂണിഫോം ഇട്ട് ഈ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ പോകാനായിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ആളുകളുടെ എല്ലാ വിധത്തിലുള്ള ആളുകളും ഇപ്പം ഒരു സാധാരണ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള അതിനേക്കാൾ ഇടയ്ക്കൊരു ചിലപ്പോൾ ഒരു വിടവ് കണ്ടേക്കാം, ഒരു ഇടപഴകുന്നതിലും പറ്റും. പക്ഷേ ശ്രീ P. വിജയൻ എന്ന് പറയുമ്പോൾ ആളുകൾക്കെല്ലാം അവരുടെ ഹൃദയത്തിൻ്റെ അവരുടെ സ്വന്തം ഒരാളെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് സാധാരണ ജനങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ അവരിൽ നിന്ന് എൻ്റെ പ്രവൃത്തിയെ വേണമെങ്കിൽ കുറേ ലിഫ്റ്റ് ചെയ്യാം, പക്ഷെ ഞാൻ എന്നെ പേഴ്സണലി അതിൻ്റെ അകത്തൊന്ന് മാറ്റി നിർത്തിയിട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം അതിൽ ഞാൻ കംഫർട്ടബിളും അല്ല. ഞാനിപ്പോൾ തന്നെ ഓർക്കുന്നുണ്ട്, കോഴിക്കോട് വെച്ചന്ന് മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായ ദിവസം, അന്ന് അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു. ഫയർഫോഴ്സിനൊപ്പം അതിനൊപ്പം നിന്നുകൊണ്ട് ആ തീ അണയ്ക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ആ ഒരു ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ മാറി നിന്ന് നോക്കി നിൽക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷം കിട്ടും. തീർച്ചയായിട്ടും. കൂടെ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഞാൻ ഹാപ്പി. അപ്പം അങ്ങനെയാണ് എനിക്ക് അത് ഹാപ്പിയാണ്. അത് മറ്റുള്ളവർക്ക് ഉപകാരമാണെങ്കിൽ അത് ചെയ്യുന്നല്ലേ. തീർച്ചയായിട്ടും. വേറെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു പ്രോജക്റ്റാണ് ഷാഡോ പോലീസ് പദ്ധതി. ഇപ്പം ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ എത്രത്തോളം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിലും അവരെ നിയന്ത്രിക്കുന്നതിലും ഈ ഒരു പദ്ധതി സഹായകരമായി? കേരളത്തിൽ ഇന്ന് തെളിയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ കേസുകളും ഈ ഷാഡോ പോലീസിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. ഷാഡോ പോലീസിൻ്റെ കാര്യം അതിനൊരു രൂപമൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ വളരെ സമൃദ്ധരായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ പ്രത്യേകിച്ചും പോലീസ് കോൺസ്റ്റബിൾമാർ ഒരുപാട് പേരുണ്ട്. അതെ. ഞാനായിട്ട് വളരെ അടുപ്പമുള്ള ഒരുപാട് പോലീസുകാരുണ്ട്. കാരണം ഞാൻ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കമ്മീഷണറായിട്ടും 4 പോലീസ് പോലീസ് കമ്മീഷണറായിട്ടും പല ജില്ലകളിൽ 5-6 ജില്ലകളിൽ SP ആയിട്ടൊക്കെ. അവിടെയൊക്കെ ഞാൻ ഒരുപാട് കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷന് നേതൃത്വം കൊടുക്കാൻ പറ്റും. സത്യത്തിൽ പലപ്പോഴും ഞാനതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇവരുടെ കഴിവുകളും ഇവരുടെ കമ്മിറ്റ്മെൻറ്റും ഒക്കെ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ട് വളരെ അത്ഭുതപ്പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ടീമിൻ്റെ ഈ IPS എന്നുള്ള പദവിയിൽ ഒന്നുകൊണ്ടാണ് അങ്ങനെ ഒരു ടീമിനെ ലെഡിലായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ചേലേമ്പ്ര ഒരു ബാങ്ക് ബർഗ്ലറി കേസ് വളരെ സെൻസേഷണലായിരിക്കുന്ന ഏറ്റവും വലിയ വോളിയം വെച്ച് നോക്കിയ വലിയൊരു കേസ്. അങ്ങനെ നിരവധി മർഡർ കേസുകളൊക്കെ തെളിയിക്കാൻ പറ്റിയിരിക്കുന്ന ഈ പോലീസുകാരുടെ വലിയ വലിയ കോൺട്രിബ്യൂഷനാണ്. ആ പോലീസുകാരുടെ അങ്ങനെ കഴിവുള്ള പോലീസുകാരെ കൂട്ടിയോജിപ്പിക്കുകയും
അവർ ഈ സമൂഹത്തിലൊരു സുരക്ഷിതത്വ, അവരിലൂടെ സമൂഹത്തിലൊരു സുരക്ഷിതത്വ ബോധവും, അതോടൊപ്പം തന്നെ ക്രിമിനൽസിൻ്റെ ഇടയിൽ ഒരു പേടിയും അല്ലെങ്കിൽ ഒരു ഭയമൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഷാഡോ പോലീസിനെ കൊണ്ടുവന്നത്. അത് അതിൻ്റെ ലക്ഷ്യം. ഞാൻ എറണാകുളം സിറ്റിയിലിരിക്കുമ്പോഴാണ് അത് തുടങ്ങിയത്. പിന്നീട് ഞാൻ ആലുവയിലേക്ക് മാറിയപ്പോൾ അവിടെ കൊണ്ടുവന്നു. പിന്നെ കോഴിക്കോട് സിറ്റി കമ്മീഷണറായിരിക്കുമ്പോൾ അവിടെ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ തൃശ്ശൂർ കമ്മീഷണറായിരിക്കുമ്പോൾ അവിടെ തുടങ്ങി. മനോജ് എബ്രഹാം സാർ കൊച്ചിയിൽ കമ്മീഷണറായി വന്ന് തിരുവനന്തപുരത്ത് തുടങ്ങി. ഞാൻ തിരുവനന്തപുരം കമ്മീഷണറായി വന്നപ്പോൾ അത് വീണ്ടും ശക്തിപ്പെടുത്തി. അങ്ങനെ ഷാഡോ പോലീസ് ഇന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിലെ ഒരു ന്യൂസുകളിലും ഒക്കെ തന്നെ പ്രവൃത്തിയിലും ഒക്കെ തന്നെ തിളഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ CNN-IBN ഈ ഒരു പുരസ്കാരത്തിൻ്റെ അന്തിമ പട്ടികയിലേക്ക് സാർ വന്നത് തന്നെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു തലത്തിലാണ്. കാരണം ബോളിവുഡ് താരമായ ആമിർ ഖാൻ, അതുപോലെ തന്നെയുള്ള മറ്റ് പ്രശസ്തരായിട്ടുള്ള കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി, അതുപോലെയുള്ള വ്യക്തികളുടെയൊക്കെ കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് ഒരു ജനകീയത നേടിക്കൊണ്ടാണ് എത്താൻ. ഇപ്പം നടി മഞ്ജു വാര്യർ, ദിലീപ് ഉൾപ്പെടെയുള്ളവർ സാറിൻ്റെ ആ ഒരു പദവിയിലേക്കുള്ള ആ ഒരു യാത്രയെ ഏറെ താല്പര്യത്തോടു കൂടി അതിനെ ഉള്ള അവരുടെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ വളരെ സജീവമാണ്. ഈ ഒരു ജീവിതത്തിലെ ഈ ഒരു നേട്ടം അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഇത് ഞാനാകെ കാണുന്ന ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രവർത്തികളെല്ലാം തന്നെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഞങ്ങളൊരു വലിയൊരു ടീം, വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു ടീമുണ്ട്. അതേപോലെ തന്നെ കേരള പോലീസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ. കേരള പോലീസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോഴാണ് കേരള ഗവൺമെൻറ്റിൻ്റെ മാറി വന്ന ഗവൺമെൻറ്റുകളുടെ വളരെയധികം സപ്പോർട്ടും ഇത് കൂടി ചേർന്നപ്പോഴാണ് ഈ പദ്ധതികളെല്ലാം ഉണ്ടായത്. പിന്നീട് ഇത് ശരിക്കും CNN പോലെയുള്ള കേരളത്തിൽ ഇന്ത്യയിലെ ഒരു പ്രമുഖരായിരിക്കുന്ന ചാനൽ CNN-IBN അവരെ ശ്രദ്ധയിലത് എങ്ങനെ വന്നെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. എന്നെ അറിയിച്ചപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. കാരണം അല്ലാതെ വേറെ ആപ്ലിക്കേഷൻ കൊടുക്കുകയോ അല്ല റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ സാധ്യതകളില്ലായിരുന്നു. പിന്നീട് ഫേസ്ബുക്ക്, ഞാനൊരു വളരെ സൈബർ വേൾഡിലൊരു വലിയ പ്രസൻസ് ഉള്ള ഒരാളല്ല. എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിൽ വളരെ അപൂർവമായിട്ട് കയറാറുള്ളൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ നിർബന്ധിക്കുമ്പോൾ ഞാനൊന്ന് കയറാം. പക്ഷേ ഫേസ്ബുക്ക് വോട്ടിങ്ങിൽ വന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ 35% വരെ വോട്ട് പോൾ ചെയ്തതിന് 39% വോട്ട്. തീർച്ചയായിട്ടും ആ വോട്ടിൽ തടുത്ത് 9%-ലാണ് അമീർ ഖാൻ്റെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അവരാരും എന്നേക്കാൾ വളരെ ചെറിയവരാണ് എന്നുള്ള അഭിപ്രായം ഇപ്പോഴും എനിക്കില്ല. അവരൊക്കെ വലിയ കാര്യങ്ങളും വലിയ ടാലൻറ്റഡും ആയിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇതിന് കിട്ടിയൊരു വലിയ സന്തോഷം എന്ന് പറഞ്ഞത്, നമ്മളൊരു സെൽഫ്ലെസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ സമൂഹം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അംഗീകാരമാണ്. കാരണം സമൂഹം ശ്രദ്ധിക്കുന്നു, അതിന് ഒരുപാട് ആളുകൾ അതിനെ കേരളത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഫേസ്ബുക്കിലൂടെ വോട്ട് ചെയ്യുന്നുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. പിന്നെ കേരളത്തിൽ തന്നെ മമ്മൂട്ടി, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, ദിലീപ് മുതലായ ഒരുപാട് ആളുകൾ അവരെ ഫേസ്ബുക്കിലൂടെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും അവരുടെ ഓൺലൈനും ഇതിലൊക്കെ ആയിട്ട് അതും വേറൊരു വാർത്താ ചാനലിൻ്റെ പരിപാടി അത് ചെയ്യുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയൊരു പ്രചോദനമാണ്. അതോടൊപ്പം തന്നെ ഇത് എൻ്റെ ടീമിലുള്ള ഓരോ അംഗങ്ങൾക്കും ഒരു പ്രചോദനമാണ്. കാരണം എനിക്ക് ചിലപ്പോഴൊക്കെ ഇത് എൻ്റെ പേര് മാത്രം പറയുന്ന സമയത്ത് തന്നെ ഒരു വിഷമം തോന്നാറുണ്ട്. കാരണം അവരെല്ലാവരും കൂടി പിന്നെ അവർക്ക് പറയാൻ സൗകര്യം കൊണ്ടായിരിക്കണം ഒരു പേര് പറയുന്നത്, പറയാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അത് ഒരു വലിയ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ നോമിനേഷൻ കിട്ടിയെന്നുള്ളത് തന്നെ ഒരു വലിയൊരു അംഗീകാരമാണ്. അത് കേരള പോലീസിന് തന്നെ കിട്ടിയ, കാരണം പോലീസിന് തന്നെ കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ കേരള സമൂഹത്തിന്, കേരളത്തിലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ പദ്ധതിയിൽ ഭാഗമാക്കണം. അപ്പോൾ അവർക്ക് കേരളത്തിന് തന്നെ കിട്ടിയിരിക്കുന്ന മലയാളികൾക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഇപ്പോൾ. അതൊരു മലയാളികൾക്കും മൊത്തത്തിലും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംവിധാനത്തിനും മൊത്തത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു തീർച്ചയായിട്ടും. ഒപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ മികവുറ്റ നേട്ടങ്ങളിലേക്ക് സാർ കടന്നു വന്നു കഴിഞ്ഞു. അപ്പം ഇനിയും മുന്നോട്ടുള്ള ഒരു യാത്രയിൽ അടുത്ത ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആ ഒരു പോയിന്റ്? ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് കയറുക വഴി തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക് അത് മതി. അതിനു മുമ്പ് ഞാൻ UGC JRF കിട്ടിയിരുന്നു. അപ്പം തന്നെ അന്ന് എൻ്റെ പിന്നെ പഠന സഹായത്തിന് അത് മതിയായിരുന്നു, ലെക്ചർ പോസ്റ്റ് കിട്ടിയിരുന്നു. അപ്പം എനിക്ക് വലിയൊരു ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികമായിട്ടൊന്നും ഇനി വലിയ ഡിമാൻഡ്സ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലൊരു വലിയ സ്വപ്നമുണ്ട്. അത് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു സ്വപ്നമാണ്. അതായത്
ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ലോകത്തിന് വെളിച്ചം നൽകിയിരുന്ന ഒരു രാജ്യമാണ്. തീർച്ചയായിട്ടും പുരാതന കാലങ്ങളിൽ മുതൽക്ക് നമുക്കൊരു വലിയൊരു പാരമ്പര്യമുണ്ട്. നമ്മൾ പലരുടെയും അമേരിക്കയുടെയും ഒന്നും പോലെ 400 വർഷത്തിൻ്റെ പാരമ്പര്യക്കാരല്ല. ലോകത്തിന് മാതൃക കാണിച്ചിരിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഒരു രാജ്യമാണ്. നമുക്ക് എവിടെയോ വെച്ചിട്ട് നമ്മളിലുള്ള ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ 2030 ആകുമ്പോഴേക്ക് ലോകത്തിൽ ഏറ്റവും പോപ്പുലേഷനുള്ള രാജ്യം ഇന്ത്യയായിരിക്കും, ഏറ്റവും യുവജനതയുള്ള രാജ്യം. തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യക്കാർ നമ്മൾ സഹായങ്ങൾ നല്ലതാണ്. കാരണം നമ്മളെ വലിച്ചു പൊക്കുന്നതിനേക്കാൾ ഉപരി കൈപിടിക്കലാണ് ഏറ്റവും പ്രധാനം. പണ്ട് പല ചൈനീസ് പ്രോവർബ് പോലെ മീൻ പിടിച്ചു കൊടുക്കലല്ല, പിടിക്കാൻ സഹായിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ജനം അതിനോട് റെസ്പോണ്ടും ചെയ്താൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൻ രാജ്യമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മളുടെ ഒരാളുടെ മേലെ അതീശത്വം ചുമത്തുകയോ അല്ലെങ്കിൽ അവനിൽ അവൻ ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞിരിക്കുന്ന, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എന്താണ്, നമ്മൾ ഈ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുന്നതിന്, അതായത് എന്താണ്, നിങ്ങളെപ്പോലെ നിങ്ങളും അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്ന അപരന് സുഖത്തിനായി തരണം. അങ്ങനെ വന്ന് ചേരുന്ന ഒരു രാജ്യം ഒരിക്കലും ഒരു ഭീഷണിയായിരിക്കില്ല. പക്ഷേ അവരവരുടെ അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യശസ് ലോകത്തിലാകമാനം ഉയർത്താൻ സാധ്യത. ഇപ്പോൾ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്തോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള അവരെ സ്വയം പര്യാപ്തരായി നമ്മൾ ഒരുപാട് സഹായങ്ങൾ കൊടുത്ത് അവരെ അടിമപ്പെടുത്തുമ്പോൾ അവരെ സത്യത്തിൽ അവരുടെ ആത്മാഭിമാനത്തെയാണ് നമ്മൾ അപമാനിക്കുന്നത്. തീർച്ചയായിട്ടും. മറിച്ച് നമ്മൾ അവരെ ഓരോരോ അവരെ ഉയരാൻ സഹായിക്കുക, എല്ലാവരെയും ഉയരാൻ സഹായിക്കുക. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഉയരാൻ നമ്മൾ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഇപ്പോഴത്തെ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിന്. ഇതിപ്പം ഇവിടെ 32,000 കുട്ടികളാണ് ഇതിനകത്ത് ട്രെയിനിങ് ഉള്ളത്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു സ്വപ്നം 2020 ആകുമ്പോൾ ഇന്ത്യയിൽ എല്ലാ സ്കൂളുകളിലും ഈ പദ്ധതി എത്തണം. അതോടൊപ്പം തന്നെ ORC, കാരണം ORC വേറൊരു മേഖലയിലാണ്. അത് കഴിഞ്ഞ് 2025 27 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ അപ്പോഴേക്കും ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന എല്ലാ യുവാക്കളും ഇങ്ങനെയുള്ള ഒരു 2 വർഷത്തെ ട്രെയിനിങ് കടന്നു പോകണം, ആത്മാർത്ഥമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി. എന്നിട്ട് അവരുടെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് അവർ പോകും. അതോടൊപ്പം തന്നെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സംവിധാനങ്ങളും കാലത്തിനനുസരിച്ച് മാറ്റങ്ങളും വരികയാണെങ്കിൽ ഒരു സംശയം വിചാരിക്കേണ്ട, മോസ്റ്റ് കേപ്പബിൾ ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആയിരിക്കും ഇന്ത്യക്കാർ. തീർച്ചയായിട്ടും. ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ പലപ്പോഴും ഒരു മെമ്മറി ടെസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് മാറുന്നുണ്ടല്ലോ, അത് മാറ്റേണ്ട ഒരു ആവശ്യകതയില്ലേ? ഒരു മനുഷ്യനും മറ്റുള്ളതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതിന് ചിന്തിക്കാനുള്ള കഴിവാണ്. ചിന്തിക്കാനുള്ള കഴിവിനെ നമ്മളൊരു ഓർമ്മയിൽ ഒതുക്കുന്നത് ശരിയല്ല. മനുഷ്യനെ മറ്റൊരു മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവൻ്റെ ചിന്താശക്തിയാണ്. അപ്പം ആ ചിന്താശക്തിയെ പ്രേരിപ്പിക്കാത്ത ഒരു വിദ്യാഭ്യാസവും തന്നെ ഈ സംസ്കാരത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല. സ്ഥിതിയെ മാക്സിമം കൊണ്ടു നടക്കാൻ പറ്റും. ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കണമെങ്കിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കാത്ത വിദ്യാഭ്യാസമാണ് പലപ്പോഴും നടക്കുന്നത്. നമ്മൾ ആളുകളെ ക്രിട്ടിക്കലി ചിന്തിക്കാൻ വേണ്ടിയിട്ടും ഇമാജിൻ ചെയ്യാനും സ്വപ്നം കാണാനും കഴിയുന്ന രീതിയിൽ വളർത്തണം. അങ്ങനെ ചിന്തിക്കാനും സ്വപ്നം കാണാനും ഇമാജിൻ ചെയ്യാനും കഴിയുമ്പോഴാണ് ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അമേരിക്ക ഇന്ത്യയേക്കാൾ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തിൽ നടക്കുന്ന ഇന്നൊവേഷൻസിൻ്റെ ഒരു 60+ അമേരിക്കയിലാണ് ഉണ്ടാകുന്നത്. അതുതന്നെയാണ് അവർ ലോകത്തിൻ്റെ മേലുള്ള നേതൃത്വം അടിച്ചേൽപ്പിക്കാൻ അവരെ സഹായിക്കുന്നത്. നമ്മളുടെ ഇത്രയും വലിയൊരു ജനതയും ഇത്രയും കഴിവുള്ളവും പാരമ്പര്യമുള്ള ഒരു ജനത ചിന്തിക്കാൻ തുടങ്ങുക, തീർച്ചയായിട്ടും സ്വയം കഴിവിൽ വിശ്വസിക്കാൻ തുടങ്ങുക, അവർ സ്വപ്നം കാണാൻ തുടങ്ങുക, അവർ അവരുടെ സ്വപ്നങ്ങളും ഇമാജിനേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നമ്മൾ വരും. അതിന് സഹായിച്ചു കൊടുക്കുന്നൊരു നിലപാട് സമൂഹവും ഗവൺമെൻറ്റും ചെയ്തു തുടങ്ങിയാൽ ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു 10, 20, 15 കൊല്ലം കൊണ്ട് വ്യത്യസ്തമായൊരു ലോകമായി മാറും. കാരണം ഇതൊരു ലോങ് ടേം വിഷനോ സ്വപ്നമോ അല്ല. ഇന്നത്തെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി 10 വർഷത്തിനുള്ളിൽ അവൻ സമൂഹത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയായി മാറും. 23 വയസ്സോളാനാവും. അവനാണ് പിന്നീട് ഈ ലോകത്തെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതും തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം വർത്തമാനിക്കും. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ 2 വർഷത്തെ SPC പദ്ധതി എങ്ങനെ നമ്മൾ ഈ 8 ക്ലാസ്സിൽ നിന്നും പിന്നെ തുടർച്ചയായി കൊണ്ടുപോകണം എന്നൊക്കെ സമൂഹം കൂടി പങ്കെടുത്തുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്.
എങ്ങനെ നമുക്ക് ഇപ്പം കൊളുത്തിയ ആ ഒരു തിരിയിലൂടെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകണം. അത് അവരുടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 8 മുതൽ ഒരു 10 വർഷക്കാലം അവരിൽ സ്ഥായിയായിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ ആക്കാൻ അവർക്ക് പറ്റണം. അങ്ങനെ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയിൽ മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ സംഭവിക്കപ്പെടേണ്ടത് വ്യക്തികളിലാണ്. മാറ്റങ്ങൾ സംഭവിക്കാത്തതിൻ്റെ ഇപ്പം നമ്മൾ ഭാരതത്തിൻ്റെ ക്ലീൻനെസ്സിനെ കുറിച്ച് പറയുന്നത്, ക്ലീൻനെസ് എന്ന് പറയുന്നത് ഒരു റിസോഴ്സസിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മൾ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ജീവിത വിജയത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഒരാളുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ അങ്ങനെ ഒരു തിയററ്റിക്കലായിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ല, ഒന്ന് എൻ്റെ ഇതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു ജീവിത ലക്ഷ്യം വേണം. തീർച്ചയായിട്ടും. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയുള്ളൂ. പിന്നെ ലക്ഷ്യമുണ്ടാക്കി അവിടെ വെച്ചാൽ പോരാ, ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ആഗ്രഹിക്കണം. തീർച്ചയായിട്ടും. ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അങ്ങനെ ജീവിതത്തിന് നിരന്തരമായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഈ നിരന്തരം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പ്രവർത്തിക്കുകയും ചെയ്താൽ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്, പിന്നെ ജീവിതത്തിൽ ഈ ഒരു പ്രവർത്തനങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരുപാട് പരാജയങ്ങളുണ്ടാകാം. പരാജയങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വാക്കുകളാണ്. ഒരു പക്ഷേ എന്താണ് നമ്മൾക്ക് നഷ്ടപ്പെടുകയല്ല ശരിക്കും. നമ്മൾ ഒരു കാര്യം നഷ്ടപ്പെടുമ്പോഴല്ലേ പരാജയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നേടുകയുണ്ട്. അപ്പൊ അതൊരു പിറ്റ്ഫോൾസ് ആണ്, ഒരു ഷെയ്ക്ക് ആയിരിക്കും അത്. പിന്നെ ഈ ഒരു 10, 60, 70 അല്ല 10, 100, 90 കൊല്ലക്കാലം ജീവിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഈ വിജയപരാജയങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ അതിനകത്ത് അനുഭവങ്ങൾ പഠിക്കുമ്പോഴൊക്കെയാണ് ഈ ജീവിതം തന്നെ ഒരു ചലനാത്മകമാകുന്നത്. ജീവിതം തന്നെ ഒരു താളമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ കണ്ടാൽ മതി. അത് കാണാതെ പക്ഷേ ലക്ഷ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ലക്ഷ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ പ്രയാസങ്ങളും ഒക്കെ തന്നെ നമ്മൾ മറന്നു പോകും. നമ്മളെ പരിമിതികളും നമ്മൾ മറന്നു പോകും. ലക്ഷ്യം മാത്രമായിരിക്കും മനസ്സിൽ. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. അത് പിന്നെ എന്താണ് ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്, വലിയ ലക്ഷ്യങ്ങളും അതോടൊപ്പം തന്നെ മഹത്തായ ലക്ഷ്യങ്ങളും ആയാൽ അത് സമൂഹത്തിനും ആദരിക്കപ്പെടും. തീർച്ചയായിട്ടും. ജീവിതത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ അനേക കോടി ആളുകൾക്ക് പ്രചോദനമായി മാറിയ വ്യക്തിയാണ് ഇന്ന് ശ്രീ പി. വിജയൻ IPS. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അത് തെളിയിക്കപ്പെട്ടതാണ് അനുഭവങ്ങളിലൂടെ, ജീവിതത്തിലൂടെ. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിലും കുടുംബത്തിലും സാമൂഹിക ജീവിതത്തിലും ഏതാണ്ട് 14ഓളം പദ്ധതികൾ ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ അനേകം രാജ്യങ്ങൾ തന്നെ മാതൃകയാക്കിയ പദ്ധതികൾ, അനേക ലക്ഷം വിദ്യാർത്ഥികളുടെ പുതുതലമുറയുടെ തന്നെ മാറ്റത്തിന് ഉപയുക്തമായ പദ്ധതികൾ, അതിലൂടെ അനേകരെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്ന പ്രചോദനമായി മാറുന്ന ശ്രീ പി. വിജയൻ IPS. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു പോയിൻറ്റും. ജീവിത വിജയമെന്നാൽ എന്തും നേടിയെടുക്കുന്നത് മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ സമസ്ത മേഖലകളിലും, വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രൊഫഷണലിലും ആത്മീയ രംഗത്തും ആരോഗ്യരംഗത്തും എല്ലാം ഒരുപോലെ കർമ്മനിരതനായി ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് അവിടെയെല്ലാം വിജയം നേടിയ വ്യക്തി. അതാണ് സ്വന്തം പേരിനെ അന്വർത്ഥമാക്കുന്ന ശ്രീ പി. വിജയൻ IPS. അതുകൊണ്ട് തന്നെ CNN-IBNൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഏറെ അർഹതയുള്ള ആ അംഗീകാരം തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിൽ എല്ലാ നന്മകളും. ഈ ഒരു സമയത്ത് ഒരുമിച്ച് ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ വിജയൻ സാറിന് നേരുന്നു. താങ്ക് യു വെരി മച്ച്.